ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിന് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കറിയിലേക്ക് വേണ്ടിയിട്ട് 2 സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് സവാള 2 എണ്ണം എടുക്കുന്നെങ്കിൽ തക്കാളിയും 2 എണ്ണം എടുക്കണം. അപ്പോൾ 2 തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അധികം എരിയില്ലാത്ത 4 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാന് നന്നായിട്ട് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ക്രിസ്പാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിനായാലും നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ചിക്കൻ വറുത്ത ഒരു എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റണം. നമ്മുടെ സവാള ഒന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആയാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവക്കൊന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഈ മസാലേൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ തക്കാളി ഇതൊക്കെ ഒന്നും ഇങ്ങോട്ട് വേവാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാത്രം അടച്ചിട്ട് ഇതിനൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വെന്ത് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് തണുത്താൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതിനെ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അങ്ങോട്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്നും ഇങ്ങോട്ട് മെൽറ്റായി വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പേസ്റ്റിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി ഒന്നും ഇങ്ങോട്ട് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇതിനെ ഒന്നിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് തിക്ക് ക്രീം ഒരു 1/2 കപ്പോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന ആ ക്രീമിൻ്റെ അളവൊക്കെ നമ്മൾ എത്രത്തോളാണോ നമ്മൾ കറി വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ 1/4 കപ്പോ 1/2 കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. കൂടി പോകരുത് കേട്ടോ. മാക്സിമം പോയാൽ 1/2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ കൂടെ ബട്ടർ ചിക്കൻ്റെ പരിപാടി കഴിയും. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടില്ല. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിൻ്റെ മേലെ കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കന് റെഡിയായി. നല്ല ടേസ്റ്റാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് സത്യം പറയണമെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും മുന്നേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ സെൻഡ് ചെയ്ത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ബട്ടർ ചിക്കൻ റെസിപ്പി.